ഹായ്ഡാ, എന്തൊക്കെയാ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? നോമ്പിൻ്റെതായ ക്ഷീണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ എല്ലാവർക്കും? അങ്ങനെ ഞാനിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഉടനെ ഫ്രൂട്ട് സലാഡിനുള്ള സംഭവം അങ്ങ് സെറ്റാക്കി വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ച് തണുത്തിരിക്കുമല്ലോ. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് നട്ട്സും ഡേറ്റ്സും ഒക്കെ ഇട്ട് ഫ്രൂട്ട് സലാഡ് അങ്ങ് സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ മലയാളി ബക്കാലയിൽ പോയപ്പം അവിടെ മാംഗോ പൾപ്പ് ഇരിക്കുന്നത് കണ്ടു കേട്ടോ. അങ്ങനെ ജ്യൂസ് അടിക്കാൻ നല്ലതാണല്ലോ, ഷേക്ക്. അങ്ങനെ മാംഗോ പൾപ്പ് വാങ്ങിച്ചു കേട്ടോ. അതിലിതേ ഒരു പഴവും ഇട്ട് പാലും മിൽക്ക് മെയ്ഡും കണ്ടൻസ്ഡ് മിൽക്കും ഇതെല്ലാം കൂടി ഇട്ട് അടിച്ചെടുക്കും. പഴം അങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ പഴം കുറേ വാങ്ങിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ചീത്തയാകുന്നതെന്ന് കണ്ടപ്പോൾ ഞാനെടുത്ത് ഫ്രീസറിൽ വെച്ചു. എന്തായാലും നമ്മൾ ഷേക്കാണല്ലോ അടിക്കുന്നത്, അപ്പം ഫ്രീസറിൽ വെക്കുമ്പോൾ കട്ടിക്കിരുന്ന് നല്ല കുറച്ചും കൂടെ കട്ടിയായിട്ട് നമ്മുടെ ഷേക്ക് കിട്ടുമല്ലോ. അങ്ങനെ അത് ഫ്രീസറിൽ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പം എന്നും ഇറച്ചി മീനുമൊക്കെ തിന്ന് മടുത്തന്നേ, അപ്പം മീൻ കൂട്ടാൻ ഒരാഗ്രഹം. അങ്ങനെ കപ്പ ഇന്ന് പുഴുങ്ങാന്ന് വെച്ചു കേട്ടോ. ഫ്രോസൺ കപ്പയാണ് വാങ്ങിച്ച് എടുത്തേക്കുന്നത്. അങ്ങനെ പണ്ട് നോമ്പ് തുറക്കുമ്പം കുഞ്ഞിലെ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ഈ കപ്പ കേട്ടോ. നോമ്പ് തുറക്കുമ്പോൾ എനിക്ക് കപ്പ വേണമായിരുന്നു. അങ്ങനെ എപ്പോഴും എനിക്ക് അമ്മ കപ്പ പുഴുങ്ങി തരുമായിരുന്നു. അങ്ങനെ എൻ്റെ അയലത്തുള്ളവരൊക്കെ എന്നെ കട്ടേന്നായിരുന്നു വിളിക്കുന്നത്. ഇത് കപ്പ എപ്പോഴും കഴിക്കുന്നതിന്. അങ്ങനെ ഒരു തട്ടിക്കൂട്ട് പിസ്സായും ഉണ്ടായി കേട്ടോ. ബ്രെഡ് പിസ്സാണ് കേട്ടോ, പക്ഷേ നല്ല ടേസ്റ്റാണ്. ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീൽ കണ്ടുണ്ടാക്കിയതാണ് കേട്ടോ. ഒരു വട്ടം ഉണ്ടാക്കി നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വീണ്ടും ഉണ്ടാക്കി, നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ കപ്പയും സെറ്റായി, കപ്പയും എല്ലാം റെഡിയാക്കി അടുപ്പിൽ വെച്ചു, മീനും പൊരിച്ചു, എല്ലാം റെഡിയായി. അതിനിടയിൽ അണ്ണനോട് പറഞ്ഞു ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തായോ എന്ന്. അങ്ങനെ അണ്ണൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ നോമ്പ് തുറക്കാൻ സമയമായപ്പോഴത്തേന് ഫ്രൂട്ട് സലാഡൊക്കെ സെറ്റായി ഫ്രിഡ്ജിൽ തണുത്ത് വന്ന് അങ്ങനെ ഞാൻ അതൊക്കെ പാത്രത്തിലോട്ട് മാറ്റി, നമ്മുടെ ഷേക്കും പാത്രത്തിലോട്ട് മാറ്റി. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ പിസ്സ. ലുക്കില്ലെന്നേ ഉള്ളൂ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിസ്സയ്ക്ക്. അങ്ങനെ ഡേറ്റ്സും കാര്യങ്ങളും നമ്മുടെ ഫ്രൂട്ട്സും എല്ലാം സെറ്റാക്കി അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറക്കാനിരുന്നു കേട്ടോ. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫുഡ് കപ്പ വേവിച്ചതാണല്ലോ ഇന്ന്. അങ്ങനെ കപ്പ വേവിച്ചതും നമ്മുടെ മത്തി വറുത്തതും പിന്നെ മുളകുടച്ചതും ഇതെല്ലാം കൂടെ കൂട്ടി കഴിച്ചു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം കഴിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്നും ഈ അപ്പമൊക്കെ കഴിച്ച് നോമ്പിലും മടുത്തുകൊണ്ട് പിന്നെ എൻ്റെ ഫേവറേറ്റും കൂടെയാണ് ഈ കപ്പയെന്ന് പറയുന്ന സംഭവം. അങ്ങനെ കപ്പ കഴിക്കാമെന്ന് വെച്ചു. പിന്നെ അണ്ണനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കപ്പയൊക്കെ കഴിച്ച് എല്ലാം റാഹത്തായി.